വെൽക്കം ബാക്ക് ടു എടെക് മീഡിയ. എടെക് മീഡിയയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആസാദ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അപ്പോൾ മുമ്പും എൻ്റെ ചാനലിൽ ഒരു ക്യാമറയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. വളരെ വിലക്കുറവിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഗോപ്രോയെ പോലുള്ള ഒരു ക്യാമറയാണ് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണുക. ആ ക്യാമറ ഉപയോഗിച്ചെടുത്ത വീഡിയോസിൻ്റെ ക്ലാരിറ്റി എങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗോപ്രോയാണ്. GoPro 7 ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതാണ്. ഇതാണ് GoPro. ഇത് GoPro 7 ആണ്. അപ്പോൾ ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്ന് എൻ്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക, എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ GoPro നമ്മൾ ഓൺ ബട്ടൺ സൈഡിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. GoPro സൈഡിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ. പിന്നെ നമ്മൾ മുകളിൽ ഇതിന് വീഡിയോസിൻ്റെ ബട്ടൺ ഉണ്ട്. വീഡിയോ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് വീഡിയോ മോഡിലാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഫോട്ടോ മോഡിലാണെങ്കിൽ മുകളിൽ തന്നെയാണ് ഇതിൻ്റെ ബട്ടൺ ഉള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, GoPro ഉപയോഗിക്കുന്നവർ വീഡിയോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ നിങ്ങൾക്കതിൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇത് കുറച്ച് ദിവസമായിട്ടുള്ളൂ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ GoPro ഉപയോഗിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ GoPro ഉപയോഗിച്ച് വീഡിയോ എടുത്തതും അതുപോലെ തന്നെ എൻ്റെ iPhone X മാക്സിൽ എടുത്ത വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായതാണ്, ഐഫോണിൽ നിന്നെടുത്ത വീഡിയോസിനാണ് ക്ലാരിറ്റി കൂടുതൽ. അത് നമുക്ക് മങ്ങിയ വെളിച്ചത്തിലും നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ GoPro ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലൈറ്റ് ആവശ്യമാണ്. റൂമിൽ ലൈറ്റ് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് GoProയിലെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, GoPro ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മോഡ് നമ്മൾ സെലക്ട് ചെയ്യണം. വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, WL, ഒന്ന് വൈഡും ഒന്ന് ലൈനറും. അപ്പോൾ വൈഡിൽ വെച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോയ്ക്ക് കുറച്ച് വളവ് ഉണ്ടാവും. അപ്പോൾ വൈഡിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് എടുക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ ലൈനറിൽ വെച്ച് എടുക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. HD 1080ൽ അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, W ആൻഡ് L. അപ്പോൾ Lൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണും. അത് റൂമിലായാലും വെളിയിലായാലും നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണും. പിന്നെ നിങ്ങൾ ഫ്രെയിം റേറ്റ് എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാം. അത് നിങ്ങളുടെ സൗകര്യമാണ്. നിങ്ങളുടെ മെമ്മറി കാർഡിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രെയിം റേറ്റ് കൂട്ടി കൊടുക്കാം. 24 തൊട്ട് 60 വരെയുണ്ട്. അപ്പോൾ 24, 30 അതുപോലെ തന്നെ 60 വരെയൊക്കെ എടുക്കുമ്പോൾ 24ൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 24 എന്ന് ഉദ്ദേശിക്കുന്നത് 24 ഫ്രെയിം പെർ സെക്കൻഡ്. 30 ആണെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡാണ്. 60 ആകുമ്പോൾ 60 ഫ്രെയിം പെർ സെക്കൻഡാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കുക. നിങ്ങളുടെ മെമ്മറി കാർഡിൻ്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ, അത് 512 GB ഒക്കെയാണ് നിങ്ങളുടെ മെമ്മറി കാർഡ് അതിൽ കിടക്കുന്നത് ആണെങ്കിൽ നിങ്ങൾക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേസമയത്ത് നിങ്ങൾ 128 അല്ലെങ്കിൽ 62 GB ആണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 24ൽ 30ൽ എടുത്താൽ മതി. നിങ്ങളുടെ പിക്ചറിന് ക്ലാരിറ്റി കുറവൊന്നും ഉണ്ടാവില്ല. മിനിമം നമ്മൾ 24ലും 30ലും എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റി ആയിരിക്കും. GoProയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും. ഞാനത് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ 24ലും 30ലും 60ലും എടുത്തിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ മെമ്മറി കാർഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് 60 പെർ സെക്കൻഡിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി കാർഡിൻ്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ നിങ്ങൾ ഫ്രെയിം റേറ്റ് കുറച്ച് കൊടുക്കുക, 24 അല്ലെങ്കിൽ 30 ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് GoProയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇടുങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് വൈഡിൽ എടുക്കരുത്, L ഇട്ടിട്ട് എടുക്കുക. അതുപോലെ 4K എടുക്കുമ്പോൾ നിങ്ങൾക്കതിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. വൈഡോ L നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ 4Kയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഒരുപാട് നിങ്ങൾക്ക് സ്പേസ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4Kയിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ HD എടുക്കുക, അതായത്
1080 എടുക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിന് നമുക്ക് സൂം ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ അത് കാണുക. അപ്പോൾ ഇത്രയുമാണ് ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ക്യാമറ നിങ്ങളുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ലഭിക്കുന്നതാണ്. ക്വിക്ക് എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഇതിനുള്ള ഈ GoPro വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് GoPro മാത്രമായിട്ട് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു കേസ്, ഒരു കവർ കിട്ടും. ഇതിൻ്റെ ഈ കവർ ഉപയോഗിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ഇത് സ്റ്റാൻഡ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലർക്ക് വാങ്ങിക്കുന്ന സമയത്ത് വാട്ടർ പ്രൂഫ് കേസ് ലഭിക്കുന്നതാണ്. അപ്പോൾ വാട്ടർ പ്രൂഫ് കേസ് ഇതാണ്. വളരെ നല്ലതാണ് വാട്ടർ പ്രൂഫ് കേസ് ഉള്ളത്. കാരണം നമുക്ക് വെള്ളത്തിനടിയിലൊക്കെ വെച്ച് ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണത് വാട്ടർ പ്രൂഫ് കേസ്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇതിൻ്റെ ലോക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ലോക്കെല്ലാം ഇടുന്നത്, അതായത് കവർ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം, ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. ഒരു പ്രാവശ്യം ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഈ വാട്ടർ പ്രൂഫ് കേസ് ഉള്ളവർ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ലെൻസ് ഫ്രെയിം, ഇത് ഒരു ഫ്രെയിമാണ്. ഈ ഫ്രെയിം നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അതും പെട്ടെന്നൊക്കെ നമ്മൾ ഇങ്ങനെ വളരെയധികം ശ്രദ്ധിച്ച് അഴിച്ചെടുക്കേണ്ടതാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്ക് ഇതിൻ്റെ പിന്നാലെയുള്ള ഈ GoProയെക്കുറിച്ചുള്ള വീഡിയോ കാണാം.
ചെയ്യാം.